ഹായ് ഫ്രണ്ട്സ്, ഷെസ സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു നാടൻ ചിക്കൻ മസാല കറിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ചിക്കൻ മസാല കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നൈസ് പത്തിരിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിന്ന് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാം. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 4 കറാമ്പും ഒരു 2 കഷ്ണം പട്ടയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു 3 വലിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് 3 മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് ഉള്ളി വാടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ലിഡ് വെച്ചിട്ട് മൂടിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീയൊന്ന് നമുക്ക് സിമ്മിൽ വെക്കാം. എന്നിട്ടൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഇത് സാദാ മുളക് പൊടിയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വലിയ 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി നല്ലോണം അതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ചിക്കനാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കുന്ന മാതിരി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. നേരത്തെ 1 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, സാദാ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനൊക്കെ നല്ലോണം ഒന്ന് മിക്സായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം മതിയാവും. ചിക്കനൊന്നും കുറച്ച് വെള്ളം ഇറങ്ങല്ലോ, അപ്പോൾ അത് മതിയാവും. ഇതൊരു മസാലക്കറി ആയതുകൊണ്ടാണ് ഞാൻ 2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചത്. നിങ്ങൾക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ 1 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ലിഡ് വെച്ചിട്ട് മൂടി കൊടുക്കാം. 15 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലിഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ട് നല്ലൊരു ഗ്രേവിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി ആവശ്യമില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം കുറച്ചാൽ മതി. ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ പുട്ടാണ്. പുട്ടിന് കുറച്ച് ഗ്രേവി ആവശ്യമാണല്ലോ, അതിനാണ് ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ മസാല കറി ഇവിടെ തയ്യാറാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളിലെത്തുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബായ്.